നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഹർത്താൽ അനുകൂലികൾ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ബസ് തടഞ്ഞു. പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും നിതിൻ രാജിൻ്റെ മരണം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഹർത്താൽ അനുകൂലികൾ. കൊടുങ്ങല്ലൂരിൽ ഹർത്താലിനെ അനുകൂലിച്ച് പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ ശവപ്പെട്ടി വഹിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക വിലാപയാത്ര. ഉഷ്ണതരംഗവും ഇഴജന്തുക്കളുടെ ശല്യവും പൊതുജനം അതീവ ജാഗ്രത പാലിക്കണമെന്ന് പാലക്കാട് DMO ഡോക്ടർ TV റോഷ്. അടിയന്തര ഘട്ടങ്ങളിലെ എല്ലാ പരിപാലനത്തിനും സർക്കാർ ആശുപത്രികളിൽ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഡോക്ടർ റോഷ് സൂര്യാഘാതത്തെക്കുറിച്ചും ഇഴജന്തുക്കളുടെ ശല്യത്തെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടെന്നും DMO. തൊഴിലാളികളെ അടിമകളാക്കുന്ന നയത്തിനെതിരെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും തീർക്കുന്ന തരത്തിൽ മെയ് 1 സാർവദേശീയ തൊഴിൽ ദിനം ആചരിക്കുമെന്ന് CITU ജില്ലാ സെക്രട്ടറി M. ഹംസ. ജോലി സമയം 8 മണിക്കൂർ ആക്കുക, അധിക ജോലിക്ക് അധിക വേതനം അനുവദിക്കുക എന്ന ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും M. ഹംസ. രാജ്യത്തെ തൊഴിലാളികളെ അടിമകൾ ആക്കുകയാണെന്നും കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ തൊഴിൽ മേഖലയിൽ അശാസ്ത്രീയമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നതായും CITU ജില്ലാ സെക്രട്ടറി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഹർത്താൽ അനുകൂലികൾ ബസ് തടഞ്ഞു. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ബസ് തടഞ്ഞ ഹർത്താൽ അനുകൂലികൾ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും ആരോപിച്ചു. നിതിൻ രാജിൻ്റെ മരണം കൊലപാതകമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഹർത്താൽ അനുകൂലികൾ ആരോപിച്ചു. നവോത്ഥാന പുരോഗമന സിദ്ധാന്തം പറയുന്ന സർക്കാരിന് കീഴിൽ ജാതിവെറി തഴച്ചു വളരുകയാണ്. ജാതീയമായും സാമ്പത്തികമായും അടിച്ചമർത്തുന്നവർക്ക് സംരക്ഷണം സർക്കാർ തന്നെ നൽകുകയാണെന്നും സമരക്കാർ ആരോപിച്ചു. 52 ദളിത് പിന്നോക്ക സംഘടനകളാണ് ഹർത്താലിനെ ആഹ്വാനം ചെയ്തത്. K. മായാണ്ടി, കാർത്തികേയൻ മംഗലം, വേലായുധൻ K, വാസുദേവൻ, PK രാജൻ എന്നിവർ ബസ് തടയലിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിതിൻ രാജിൻ്റെ മരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഹർത്താലിൻ്റെ ഭാഗമായി കൈരളി പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ ശവപ്പെട്ടി വഹിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക വിലാപയാത്ര നടത്തി. താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് K. രമേശൻ ഉദ്ഘാടനം ചെയ്തു. ജാതിയുടെ പേരിൽ ഒരു മകൻ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മതത്തിന്റെ പേരിൽ ജാതി അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ആ കോളേജിലെ അധ്യാപകർ ആ കുട്ടിയെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഓർത്തുകൊള്ളുക. നമ്മുടെ മക്കൾക്കാണ് ഈ ഗതി വന്നിരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം വേദനിക്കും. അതുപോലെ തന്നെ വേദനിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ മഹാരഥന്മാരായ നവോത്ഥാന നായകന്മാരായ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും സ്വാമി വിവേകാനന്ദനുമൊക്കെ നമ്മളോട് പറഞ്ഞു വെച്ചത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതിയും മതവും ഒന്നും നമ്മൾ പ്രശ്നമാക്കേണ്ടതില്ല, നമ്മൾ ഒരേ രക്തത്തിൽ പിറന്നവരാണ്, ഒരേ മനുഷ്യരാണ്, ഒരു കൈ മെയ് മറന്നുകൊണ്ട് രാജ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് ഉദ്ഘോഷിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? സന്തോഷ് കൊടുങ്ങല്ലൂർ, KV സുരേഷ്, MR സിദ്ധാർത്ഥൻ, ഗോകുൽ, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പ്രതാപൻ രഞ്ജിത്ത്, ബദൻ ചാപ്പറ, പൊന്നൻ, ശർമിള സുമേഷ്, മണി തേർപ്പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഉഷ്ണതരംഗവും ഇഴജന്തുക്കളുടെ ശല്യവും പൊതുജനം അതീവ ജാഗ്രത പാലിക്കണമെന്ന് പാലക്കാട് DMO ഡോക്ടർ TV റോഷ് പറഞ്ഞു. അടിയന്തര ഘട്ടങ്ങളിലെ എല്ലാ പരിപാലനത്തിനും സർക്കാർ ആശുപത്രികളിൽ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും DMO വ്യക്തമാക്കി. സൂര്യാഘാതത്തെക്കുറിച്ചും ഇഴജന്തുക്കളുടെ ശല്യത്തെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്കിടയിൽ
ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് ജില്ലയിൽ ഈ ഒരു മാസമായിട്ട് 318 കേസുകളാണ് ഈ ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഹീറ്റ് ക്രാംസ് എന്ന് വെച്ചാൽ മസിലിൻ്റെ ക്രാംസ് വരുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 9 കേസുകളും, ഈ ഹീറ്റ് അധികം ചൂട് കൂടിയോണ്ടുള്ള ക്ഷീണമായിട്ട് 13 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ താപം കൊണ്ടുണ്ടായിരുന്ന റാഷസ്, സ്കിന്നിലുണ്ടാകുന്ന റാഷസ് ഒരു 216 കേസുകളും, അതുപോലെ സിങ്കോപ്പ് ചൂടുകൊണ്ട് ഒരു താൽക്കാലികമായിട്ട് ബോധക്ഷയം സംഭവിച്ച 6 പേരും, സൺ ബേൺസ് സൂര്യതാപം കൊണ്ട് പൊള്ളലേറ്റിട്ടുള്ള 71 കേസുകളും ഉണ്ടായിട്ടുണ്ട്. സീരിയസ് ആയിട്ട് വന്നിട്ടുള്ള 2 സ്ട്രോക്ക് കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് പെരുമാട്ടിയിൽ നിന്നാണ്, അത് പണിക്ക് പോകുന്നൊരു തെങ്ങ് കയറുന്നൊരു പയ്യനായിരുന്നു, അവനാണ് സൺ ബേൺസിൻ്റെ സ്ട്രോക്ക് വന്നത്. അതുപോലെ കാവശ്ശേരിയിൽ നിന്നും പൂരത്തിൻ്റെ ഇടയിൽ ഒരു സൺ ബേൺ ആയിട്ടുള്ളൊരു ആളുണ്ടായിരുന്നു, 55 വയസ്സായിട്ടുള്ള ആളാണ്. അദ്ദേഹം പിന്നീട് മരണപ്പെടുകയുണ്ടായി. പക്ഷെ അത് ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ് എന്നാണ് അത് നമ്മൾ അതിലൊരു കൺക്ലൂഷൻ എക്സ്പെർട്ട് കമ്മിറ്റി കൂടിയിട്ട് ഉണ്ടായത്. ഈ കേസ് ഇത്രയാണ് നമ്മൾ ഇതുവരെ പാലക്കാട് ജില്ലയിൽ സൂര്യതാപവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള കേസുകളുടെ എണ്ണം. നമ്മൾ നല്ല രീതിയിൽ വകുപ്പ് IEC കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സഹായത്തോടുകൂടെ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കാനായിട്ട് സാധിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കേസുകളുടെ എണ്ണത്തിലൊരു കുറവ് വരുത്താനോ അല്ലെങ്കിൽ കൂടാതിരിക്കാനോ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10-10:30 ശേഷം 3 മണി വരെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് പോകാതിരിക്കുക, കുട ഉപയോഗിക്കുക, ആവശ്യത്തിൽ നല്ലോണം വെള്ളം കുടിക്കുക, പിന്നെ കോട്ടൺ ക്ലോത്ത്സ് പരമാവധി യൂസ് ചെയ്യുക, ഡാർക്കായിട്ടുള്ള ക്ലോത്തുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ പബ്ലിക്കിന് കൊടുത്തിട്ടുള്ള അവയർനെസ്. ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് ആവശ്യമില്ലാതെ തോന്നുകയാണെങ്കിൽ തന്നെയും നല്ലോണം വെള്ളം കുടിക്കുക എന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഏത് ഘട്ടത്തിലും പരിഭ്രമമില്ലാതിരിക്കുകയാണ് പ്രധാനമെന്നും ഈ വേനലിൽ ഇതുവരെ 710 പേർക്ക് പൊള്ളലുണ്ടായി, 2 പേർക്ക് സ്ട്രോക്ക് സംഭവിച്ചതാണ് പ്രധാന സംഭവം. 4500 പേർക്കാണ് പാമ്പുകളുടെ കടിയേറ്റത്. ഇതിൽ 44 പേർക്ക് ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ കടിയേറ്റു. എല്ലാവർക്കും അടിയന്തര ചികിത്സ നൽകിയിട്ടുണ്ട്. താലൂക്ക് ജില്ലാ ആശുപത്രികളിലായി 4500ഓളം ആൻറ്റി വെനം സൂക്ഷിച്ചിട്ടുണ്ട്. കരുതലുണ്ടാകുന്നതിനൊപ്പം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും റോഷ് പറഞ്ഞു. തൊഴിലാളികളെ അടിമകളാക്കുന്ന നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും തീർക്കുന്ന തരത്തിൽ മെയ് 1 സർവ്വദേശീയ തൊഴിലാളി ദിനം ആചരിക്കുമെന്ന് CITU ജില്ലാ സെക്രട്ടറി M. ഹംസ പറഞ്ഞു. ജോലി സമയം 8 മണിക്കൂർ ആക്കുക, അധിക ജോലിക്ക് അധിക വേതനം അനുവദിക്കുക എന്ന ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും ഹംസ വ്യക്തമാക്കി. രാജ്യത്തെ തൊഴിലാളികളെ അടിമകളാക്കുകയാണെന്നും കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ തൊഴിൽ മേഖലയിൽ അശാസ്ത്രീയ നിയമങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും M. ഹംസ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ടെക്നോളജി വികസിച്ചതോടെ തൊഴിൽ സമയം കുറയ്ക്കുകയും വേതനം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട സാഹചര്യമാണെങ്കിലും രാജ്യത്ത് തൊഴിലാളികളെ അടിമകളാക്കുകയാണ് കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ തൊഴിൽ മേഖലയിൽ അശാസ്ത്രീയമായ നിയമങ്ങളാണ് നടപ്പിലാക്കുന്നത്. 13 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട തൊഴിലിടങ്ങളിൽ വേതനം കൃത്യമായി നൽകുന്നില്ല. മിനിമം 26,000 രൂപയാക്കണമെന്നതാണ് CITUവിന്റെ ആവശ്യം. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ചിട്ടേയില്ല. തൊഴിലാളികൾ നിരവധിയായിട്ടുള്ള ഡിമാൻഡുകൾ മുതലാളിമാരുടെ മുമ്പിൽ, വ്യവസായ മുതലാളിമാരുടെ മുമ്പിൽ, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. 10 വർഷക്കാലമായി ഇത് ചർച്ച കൃത്യമായിട്ടില്ല. സഹനശേഷി നഷ്ടപ്പെട്ട തൊഴിലാളികൾ അവർ സ്വയം സമരമുഖത്തുള്ളതാണ് കാണുന്നത്. ആ സമരത്തിന് CITU ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ അവർക്കെല്ലാം മുൻഗണന കൊടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസമല്ല, അവരുടെ സമരം വിജയിപ്പിക്കാൻ പിന്തുണ നൽകുന്ന ഒരു പുതിയ കാലമാണ് ഈ മീറ്റിംഗ് നടക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. 8 മണിക്കൂർ ജോലിക്ക് പകരം 12 മണിക്കൂറും 13 മണിക്കൂറും ജോലിയാക്കി മോഡി സർക്കാർ ഇന്ത്യയിലെ തൊഴിലാളികളോട് പണിയെടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലോകത്തിലെ തൊഴിലാളി വർഗം ഇന്ന് ആവശ്യപ്പെടുന്നത് ടെക്നോളജി ഡെവലപ്മെന്റ്, ലോകത്തിലെ മനുഷ്യർക്കെല്ലാം ആവശ്യമായതെല്ലാം ഉത്പാദിപ്പിക്കാൻ കഴിവും ശേഷിയും ടെക്നോളജിയുടെ പിന്തുണയോടുകൂടി തൊഴിലാളി വർഗത്തിനുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ 5 ദിവസം പണിയെടുത്താൽ മതി, ഒരു ദിവസം 7 മണിക്കൂർ പണിയെടുത്താൽ മതി. പുതിയ ആളുകൾക്ക് തൊഴിലവസരം കിട്ടും. അതിനാവശ്യമായിട്ടുള്ളൊരു നിയമനിർമ്മാണമാണ് ലോകത്തെമ്പാടും ഉണ്ടാകേണ്ടത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോകത്തിലെ തൊഴിലാളികൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. മെയ് ദിനത്തോടനുബന്ധിച്ച് CITU മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ പ്രകടനവും പൊതുയോഗവും എന്നിവ നടക്കും. പാലക്കാട് പൊതുയോഗത്തിൽ CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീം പങ്കെടുക്കും. തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ CITU ചെറുത്തു തോൽപ്പിക്കുമെന്നും
എം ഹംസ പറഞ്ഞു. CITU ഭാരവാഹികളായ SP രാജു, TK നൌഷാദ്, TK അച്യുതൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേളശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി വാർഡ് തല സേനാംഗങ്ങൾക്ക് പരിപാലനം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രമാമുരളി, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുഭാഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്മിത്ത് നന്ദിയും പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലത, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രമ്യ എന്നിവർ വിഷയാവതരണം നടത്തി. കൂടാതെ 4 ആരോഗ്യ ഉപകേന്ദ്രങ്ങൾക്ക് കമ്പ്യൂട്ടർ വിതരണവും പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ വിതരണവും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ കണ്ണട വിതരണവും നടത്തുകയുണ്ടായി. പ്രസ്തുത പരിപാടിയിൽ ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാപ്രവർത്തകർ, ആരോഗ്യ സേനാംഗങ്ങൾ, അധ്യാപക, വിദ്യാർത്ഥികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോറിൽ പാഠപുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട കുടുംബശ്രീയുടെ പ്രവർത്തനം ഏറെ അഭിമാനവും സന്തോഷമുണ്ടെന്ന് നഗരസഭാ CDS ചെയർപേഴ്സൺ P. ജിഷ പറഞ്ഞു. സർക്കാർ നിർദ്ദേശമനുസരിച്ച് പാഠപുസ്തകങ്ങളുടെ വിതരണ ചുമതല ഏറെ ഉത്തരവാദിത്തോടു കൂടിയാണ് നടപ്പാക്കി വരുന്നതെന്നും P. ജിഷ STVയോട് പറഞ്ഞു. ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്സ് സ്റ്റോറിൽ പാഠപുസ്തകങ്ങളുടെ വിതരണ ചുമതല സർക്കാർ ഷൊർണൂരിലെ കുടുംബശ്രീയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 6 വർഷമായി കുടുംബശ്രീ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു വരുന്നു. കുടുംബശ്രീയുടെ ഈ പ്രവർത്തനത്തിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് നഗരസഭാ CDS ചെയർപേഴ്സൺ P. ജിഷ പറഞ്ഞു. പാഠപുസ്തകങ്ങളുടെ വിതരണം ഏറെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അവർ നടപ്പാക്കി വരുന്നതെന്നും P. ജിഷ STVയോട് പറഞ്ഞു. ഷൊർണൂർ കുടുംബശ്രീയിലെ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ് ഷൊർണൂർ ബുക്ക് ഡിപ്പോയിൽ നാളിതുവരെ 6 വർഷക്കാലമായി ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സ്കൂളുകളിലേക്കെല്ലാം ബുക്കുകളെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മുടെ കുടുംബശ്രീ വനിതകൾ ആ ബുക്കുകൾ വിതരണം ചെയ്യുന്നത്, എത്തിച്ചു കൊടുക്കുന്നതും. വളരെ സന്തോഷവും അഭിമാനവുമായ നിമിഷമാണ്. ഈ കാലയളവിലും അവർ തുടർച്ചയായി ആ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് നല്ല വിജയത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ നേതൃത്വവും അതുപോലെ തന്നെ മേൽനോട്ടവും എല്ലാം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തന്നെ നിർവഹിച്ചു വരുന്നത്. പാലക്കാട് ജില്ലയിലെ 240ഓളം സൊസൈറ്റികളേക്കുള്ള പാഠപുസ്തകങ്ങളാണ് ഈ സെന്ററിൽ നിന്നും വിതരണം ചെയ്യുന്നത്. 18ഓളം കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു വരുന്നത്. ബുക്കുകളുടെ വിതരണം വളരെ കാര്യക്ഷമമായി വിജയകരമായി പൂർത്തിയാക്കുമെന്നും CDS ചെയർപേഴ്സൺ വ്യക്തമാക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് നടത്തുന്ന കിണർ CPIM ഈസ്റ്റ് ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. ഒരാഴ്ചയോളമായി കിണറ്റിൽ വെള്ളമില്ലാതെ പമ്പിംഗ് നടത്താനാകാത്ത സാഹചര്യമായിരുന്നു. 100ഓളം കുടുംബങ്ങൾ ഈ കിണറിലെ കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. പമ്പിംഗ് ചെയ്യാൻ വെള്ളമില്ലാതെ ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ കിഴക്കേ തോട്ടിൽ നേരത്തെ ചാൽക്കീറി കിണറിനു സമീപം വെള്ളമെത്തിച്ചിരുന്നു. വെള്ളം ലഭ്യമാകാത്തതിനെ തുടർന്നാണ് കിണർ വൃത്തിയാക്കിയത്. ഒറ്റപ്പാലം നഗരസഭയിലെ കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് നടത്തുന്ന കിണർ വർഷങ്ങളായി വൃത്തിയാക്കിയിട്ട് കിണറിൽ നിറയെ ചെളി മൂടിയ നിലയിലായിരുന്നു. ചെളി നീക്കം ചെയ്തതോടെ കിണറിൽ ആവശ്യത്തിന് വെള്ളം ലഭിച്ചതായി നഗരസഭാ കൗൺസിലർ സുനീറ മുജീബ് പറഞ്ഞു. നഗരസഭയുടെ കീഴിലുള്ള കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതിയുടെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 200 മീറ്റർ JCB ചാല് കയറി വെള്ളം എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെങ്കിലും കിണറിനുള്ളിൽ ചെളി നിറഞ്ഞതിനെ തുടർന്ന് ശുചീകരിക്കുന്ന പ്രവർത്തനം നാട്ടുകാരും അതുപോലെ തന്നെ CPM ഈസ്റ്റ് ബ്രാഞ്ചും ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പ്രവൃത്തിയിൽ പണിക്കാർക്ക് പുറമെ പൊതുജനങ്ങൾ തന്നെയാണ് നേരിട്ടിറങ്ങിയ എന്ന സവിശേഷതയാണ് നമ്മുടെ ഈ കാര്യത്തിലുള്ളത്. നമ്മുടെ ഇന്നലെ കുറച്ച് കുടിവെള്ളം എത്തിച്ചുവെങ്കിലും കാര്യം ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശാശ്വത പരിഹാരം നമുക്ക് ഈ ഒരു കുടിവെള്ളം തന്നെയാണുള്ളത്. ഒരു ആഴ്ചയായി കിണറ്റിൽ വെള്ളമില്ലാതെ പമ്പിംഗ് നടത്താനാകാതെ ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട് ഈ പദ്ധതിയെ ആശ്രയിച്ച് 100ഓളം കുടുംബങ്ങളാണുള്ളത്. കുന്നിൻ മുകളിലെ പ്രദേശമായതിനാൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭിക്കാറില്ല. ഏക ആശ്രയം നിലച്ചതിന് ജനങ്ങൾ തന്നെ മുന്നോട്ടിറങ്ങി JCB ഉപയോഗിച്ച് കിഴക്കേ തോട്ടിൽ ചാൽക്കീറി കിണറിനടുത്തേക്ക് വെള്ളം എത്തിക്കുകയും കിണർ വൃത്തിയാക്കുകയും ചെയ്തത്. തോട്ടിൽ വെള്ളം സംഭരിച്ചു നിർത്താൻ സ്ഥിതിയുള്ള തടയണ അടുത്തു തന്നെ വരുമെന്നും പദ്ധതി പൂർത്തിയാകുന്നതോടെ കോലോത്തുകുന്ന് നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. കോലോത്തുകുന്ന് പഴയ 9ാം വാർഡ് ഇപ്പോൾ 10ാം വാർഡായി. ഏതാണ്ട് ഒരു 14 വർഷം മുമ്പാണ് ഇവിടെ മുൻ കൗൺസിലുണ്ടായിരുന്നു. ആ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം കിട്ടാത്ത വിഷയങ്ങൾ പറയുമ്പോൾ വെള്ളം ഇവിടുന്ന് കൊണ്ടുവരും എന്ന രീതിയിൽ സംസാരിച്ചു. അതിനുശേഷമാണ് ഈ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി 9ാം വാർഡ് നിന്ന് ആദ്യമായി സുനീറ മുജീബ് CPMൻ്റെ LC മെമ്പറും
മഹിളാ അസോസിയേഷൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള സുനീത മുജീബ് ഇവിടെ മത്സരിക്കുകയും അതിൻ്റെ ഭാഗമായി മത്സരം ജയിച്ചതിൻ്റെ ഭാഗമായി ഇവിടെ വെള്ളം കൊണ്ടുവരാനുള്ള ആദ്യത്തെ പരിപാടി അതായിരുന്നു. കാരണം 100 കുടുംബങ്ങൾ ഈ ഭാഗത്തുണ്ട്. വെള്ളം കിട്ടാതെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഇങ്ങോട്ട് കയറാൻ പ്രയാസമുള്ള ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോഴും പരിമിതമാണ് വെള്ളം കയറുന്നത്. ഈ കിണർ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകൾ ആശ്രയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വെള്ളം ഇപ്പോൾ കിട്ടുന്നത് ഇത് ഈ കിണറുമായി ഒറ്റപ്പാലം MLA ആയിട്ടുണ്ടായിരുന്ന അംസയുടെ പദ്ധതിയിലാണ് നമ്മൾ ഈ കിണർ കുടിക്കുന്നത്. അന്ന് 25 ലക്ഷം മുടക്കിക്കൊണ്ടാണ് ഇവിടെ വഴി കിണർ കുടിക്കാൻ വേണ്ടി ആലോചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കടലിലെ അത്ഭുതജീവി എന്നറിയപ്പെടുന്ന കടൽ കുതിരയെ കയ്പമംഗലം വഞ്ചിപ്പുര കടപ്പുറത്ത് നിന്ന് കണ്ടെത്തി. സമുദ്രത്തിലെ ചൂടുള്ള പ്രദേശങ്ങളിലാണ് കടൽ കുതിരയെ കാണാറുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഉടൻ തന്നെ ഒഴിഞ്ഞ കുപ്പിയിൽ വെള്ളം നിറച്ച് കടൽ കുതിരയെ സംരക്ഷിക്കുകയും വന്യജീവി സംരക്ഷകനായ പെരിഞ്ഞനം സ്വദേശി ശ്രീജിത്ത് ഗംഗാധരനെത്തി ആറാട്ടുകടവിൽ കടൽ കുതിരയെ ഒഴുക്കിവിടുകയും ചെയ്തു. സമുദ്രത്തിലെ ചൂടുള്ള പ്രദേശങ്ങളിലാണ് കടൽ കുതിരയെ കാണാറുള്ളതെന്ന് പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ടീം ഇന്ത്യ ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റ് മത്സരത്തിൽ പാലക്കാട് ഏരിയയ്ക്ക് ചാമ്പ്യൻ പട്ടം. പാലക്കാട് ജൂഗോ അരീന ഗാസ സ്ക്വയറിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ കൊപ്പം ഏരിയ ടീമിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് പാലക്കാട് ഏരിയ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ടീം ഇന്ത്യ ജില്ലാ രക്ഷാധികാരി കളത്തിൽ ഫാറൂഖ് നിർവഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ അബ്ദുൾ ഹക്കീം വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. കൊപ്പം ടീം ഇന്ത്യ കീപ്പർ ഹാദിം മികച്ച ഗോളിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബെസ്റ്റ് പ്ലെയർ ട്രോഫി പാലക്കാട് ഏരിയയിലെ ജാസിം നേടി. കൊപ്പം ഏരിയയിലെ ഹസൻ ജാസിഫ് ഫണ്ടുന്തറ ടോപ്പ് സ്കോററായി തെരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ ഏരിയ തല മത്സരങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 16 ടീമുകളാണ് ജില്ലാ ടൂർണമെന്റിൽ മാറ്റുരച്ചത്. സമാപന ചടങ്ങിൽ ടീം ഇന്ത്യ ജില്ലാ കോർഡിനേറ്റർ സലീം മുണ്ടൂർ, സംസ്ഥാന കമ്മിറ്റി അംഗം ഹാഫിസ് നെന്മാറ, ഹാരിസ് മൗലവി, അബ്ദുൾ സലാം മേപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ടൂർണമെന്റ് മാനേജർ മുബഷീർ ഷർഖി, ജനറൽ കൺവീനർ മുഹമ്മദ് റിയാസ്, ഫൈസൽ, അമീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൊടുംചൂടിൽ പാമ്പിന്റെ ശല്യം ഏറെ രൂക്ഷമായതോടെ സ്നേക്ക് റെസ്ക്യൂവർ വിജയന് തിരക്ക്. സാമൂഹ്യ സേവന രംഗത്ത് നിറസാന്നിധ്യമായ പത്തിരിപ്പാല നഗരിപ്പുറം സ്വദേശി വിജയനാണ് ജനസേവനവുമായി രാപ്പകലില്ലാതെ ഓടി നടക്കുന്നത്. ജീവൻ പോലും പണയം വെച്ചാണ് എല്ലാ സേവന രംഗത്തും വിജയൻ മുന്നിൽ നിൽക്കുന്നത്. പാമ്പ് പിടുത്തത്തിന് പുറമെ ഫയർ ആൻഡ് സെക്യൂരിറ്റി, സിവിൽ ഡിഫൻസ്, വനം വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, ഒറ്റപ്പാലം കോടതി, എമർജൻസി ടീം, ഇവിടെയെല്ലാം തന്നെ വിജയന്റെ സേവനം റെഡി. കൂടാതെ ശബരിമല ഡ്യൂട്ടി, മുണ്ടക്കയം ദുരന്തം, തൃശൂർ പൂരം, ഇലക്ഷൻ ഇവയെല്ലാം തന്നെ സർക്കാരിന്റെ അംഗീകാരമുള്ള ജനസേവകനായി വിജയൻ എന്ന 59കാരൻ മുന്നിലുണ്ടായിരുന്നു. വയനാട് ചുരൽമല ദുരന്തത്തിലും വിജയൻ ഓടിയെത്തി. എല്ലാ മേഖലകളിലും സജീവ സാന്നിധ്യമാണ് വിജയൻ. ഏതു സംഭവം ഉണ്ടായാലും ആദ്യം വിളി വരുന്നത് സിവിൽ ഡിഫൻസ് വിജയനെയാണ്. ഉടൻ തന്നെ വിജയൻ ബന്ധപ്പെട്ടവരെ അറിയിക്കും. വിജയനെ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ വിജയൻ ചെയ്യും. പ്രവാസി കൂടിയായിരുന്ന വിജയൻ ഗൾഫിൽ ജോലി നിർത്തി നാട്ടിലെത്തിയ ശേഷം ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് തുടങ്ങി. ഇതിനിടെ പാമ്പിനോടുള്ള കൂടുതൽ സ്നേഹം തോന്നി തുടങ്ങി. തുടർന്നാണ് പാമ്പ് പിടുത്തത്തോടെ കൂടുതൽ ആകർഷിച്ചത്. വനം വകുപ്പിന്റെ നിർദ്ദേശത്തോടെ മാസങ്ങളോളം പരിശീലനവും നേടി. പാമ്പ് പിടിക്കാനുള്ള ലൈസൻസും സമ്പാദിച്ചു. പിടിച്ച പാമ്പുകളെ വനം വകുപ്പിന് കൈമാറും. ജനസേവന രംഗത്ത് പാമ്പ് പിടുത്തത്തിലും കൂടുതൽ സജീവമായതോടെ വർക്ക്ഷോപ്പ് ഒഴിയേണ്ടി വന്നു. ഇത്രയേറെ തിരക്കിനിടയിലും 2 വർഷം കൊണ്ട് മൂർഖൻ പാമ്പടക്കം ചെറുതും വലുതുമായ 200-ലേറെ പാമ്പുകളെ പിടിച്ചതായി വിജയൻ പറയുന്നു. 25 വർഷം പ്രവാസിയായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്ന് പല മേഖലയിലും ജോലി ചെയ്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാനും വേണ്ടിയിട്ടും ജനങ്ങളുടെ ജീവനം അപായമില്ലാത്ത രീതിയിൽ സ്നേക്ക് റെസ്ക്യൂറായിട്ട് 2 വർഷമായിട്ട് ലൈസൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 200-ൽ പരം പാമ്പുകളെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ആപത്തുഘട്ടങ്ങളിലും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറായിട്ടുണ്ട്. ഏത് സമയത്തും കോള് വന്ന് പറഞ്ഞാൽ ആ വെളിപ്പുറത്ത് ഞാൻ പോയി പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. മലമ്പാമ്പ്, വെള്ളിക്കെട്ടൻ, അണലി, ഉഗ്രവിഷമുള്ള പല പാമ്പുകളെയും റെസ്ക്യൂ ചെയ്തിട്ട് ഫോറസ്റ്റിനെ ഏൽപ്പിക്കാറാണ് പതിവ്. പല കോളുകളും എനിക്ക് നാട്ടിൻപുറത്തുനിന്നും മെമ്പർമാരുടെയും അധ്യാപകരുടെയും ഭാഗമായി കോളുകൾ വരാറുണ്ട്. അത് ആ സ്പോട്ടിൽ തന്നെ പോയി റെസ്ക്യൂ ചെയ്ത് ജനവാസ മേഖലകളിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വനം മേഖലകളിലും അതിനെ ആവാസത്തിൽ വിട്ടയക്കാറാണ് ചെയ്യുന്നത്.
വലിയ വലിയ പാമ്പുകളെയും മൂർഖനെയും അണലിയെയും നമ്മൾ ഫോറസ്റ്റിലാണ് ഏൽപ്പിക്കാറുള്ളത്. ഫോറസ്റ്റിൻ്റെ എല്ലാ സപ്പോർട്ടും എനിക്ക് തരാറുണ്ട്. ഏത് വെളിപ്പുറത്തും വന്നാലും ഞാൻ റെസ്ക്യൂ ചെയ്ത് പോകാറുണ്ട്. പല പല ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെ കോളുകൾ വരാറുണ്ട്. അല്പം വിഷമമുണ്ടെങ്കിലും ഭാര്യ രാധികാദേവി വിജയന്റെ സേവനപാതയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി വരുന്നുണ്ട്. വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ സ്നേക്ക് റെസ്ക്യൂവർമാരുടെ ടെലിഫോൺ നമ്പറുകൾ ലഭ്യമാണെന്നും വിജയൻ പറഞ്ഞു. പാമ്പിനെ കണ്ടാൽ ഭയപ്പെടരുത്. പാമ്പിനെ നിരീക്ഷിക്കുകയും അടുത്തുള്ള സ്നേക്സ് റെസ്ക്യൂവറെ അറിയിക്കുകയും ചെയ്യണം. പാമ്പൊരിക്കലും ഓടിവന്ന് കടിക്കുന്നതല്ലെന്നും അവയെ ചവിട്ടിയാൽ മാത്രമേ കടിക്കൂവെന്നും വിജയൻ പറയുന്നു. പാമ്പിനെ കണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പാമ്പ് ഒരിക്കലും നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യാറില്ല. അതിനെ ഉപദ്രവിക്കുകയാണെങ്കിൽ മാത്രമേ അത് നമ്മളെ അറ്റാക്ക് ചെയ്യാറുള്ളൂ. അങ്ങനെ പാമ്പിനെ കാണുകയാണെങ്കിൽ ഈ വളണ്ടിയേഴ്സിന്റെ നമ്പർ സർപ്പ ഗ്രൂപ്പിലുണ്ട്. ആ ഗ്രൂപ്പിൽ ഡൗൺ ചെയ്താൽ എല്ലാ വിവരങ്ങളും കിട്ടും. കനത്ത ചൂട് താങ്ങാൻ കഴിയാതെ തണുപ്പ് തേടി ഇവ ഇപ്പോൾ വ്യാപകമായി പുറത്തു വരികയാണ്. ഭാര്യയും മക്കളോടൊപ്പം നഗരിപ്പുറത്താണ് താമസം. പാമ്പിനെ കണ്ടാൽ വിളിച്ചാൽ വിജയന്റെ സേവനം ലഭ്യമാകും. 8086162037. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദന മഹോത്സവം ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പഞ്ചാരിമേളം, നാരായണീയ പാരായണം, അന്നദാനം തുടങ്ങിയവ നടന്നു. കുളപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 19ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം ചൊവ്വാഴ്ച ഭക്തി ആദരപൂർവ്വം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നിരുന്നു. മഹാഗണപതി ഹോമം, പ്രതിഷ്ഠാദിന വിശേഷാൽ പൂജകൾ, നവകം, കളഭാഭിഷേകം, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകളാണ് നടന്നത്. തുടർന്ന് തൃത്താല ശ്രീനി പൊതുവാൾ നയിച്ച പഞ്ചാരിമേളവും അരങ്ങേറി. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ നാരായണീയ ഗ്രൂപ്പുകളുടെ നാരായണീയ പാരായണവും ഉണ്ടായി. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. വൈകിട്ട് ദീപാലങ്കാരം, ദീപാരാധന, അത്താഴപൂജ, വായ്പാട്ട് എന്നിവയും ഉണ്ടായി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഹർത്താൽ അനുകൂലികൾ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ബസ് തടഞ്ഞു. പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും നിതിൻ രാജിന്റെ മരണം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഹർത്താൽ അനുകൂലികൾ. കൊടുങ്ങല്ലൂരിൽ ഹർത്താലിനെ അനുകൂലിച്ച് പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ ശവപ്പെട്ടി വഹിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക വിലാപയാത്ര. ഉഷ്ണതരംഗവും ഇഴജന്തുക്കളുടെ ശല്യവും പൊതുജനം അതീവ ജാഗ്രത പാലിക്കണമെന്ന് പാലക്കാട് DMO ഡോക്ടർ TV റോഷ്. അടിയന്തര ഘട്ടങ്ങളിലെ എല്ലാ പരിപാലനത്തിനും സർക്കാർ ആശുപത്രികളിൽ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഡോക്ടർ റോഷ് സൂര്യാഘാതത്തെക്കുറിച്ചും ഇഴജന്തുക്കളുടെ ശല്യത്തെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടെന്നും DMO. തൊഴിലാളികളെ അടിമകളാക്കുന്ന നയത്തിനെതിരെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും തീർക്കുന്ന തരത്തിൽ മെയ് 1 സാർവദേശീയ തൊഴിൽ ദിനം ആചരിക്കുമെന്ന് CITU ജില്ലാ സെക്രട്ടറി M. ഹംസ. ജോലി സമയം 8 മണിക്കൂർ ആക്കുക, അധിക ജോലിക്ക് അധിക വേതനം അനുവദിക്കുക എന്ന ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും M. ഹംസ. രാജ്യത്തെ തൊഴിലാളികളെ അടിമകൾ ആക്കുകയാണെന്നും കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ തൊഴിൽ മേഖലയിൽ അശാസ്ത്രീയമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നതായും CITU ജില്ലാ സെക്രട്ടറി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.